ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇതെൻ്റെ കഴിഞ്ഞ വീക്കെൻഡിലെ വീഡിയോ ആണ്. സാറ്റർഡേ മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ ഞാൻ ഓർത്തു മുടിയൊക്കെ ഒന്ന് ചീകി റെഡിയാവാന്ന്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്ലിനിക്കിൻ്റെ ഫേസ് ലോഷനാണെന്ന്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫേസ് ലോഷനൊക്കെ ഇട്ടു. പിന്നെ എനിക്ക് അണ്ടർ ഐ സർക്കിള് ഇതുപോലെ ഡാർക്ക് സർക്കിൾ ഉള്ളത് ഒരുപാടില്ല, പക്ഷേ എങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ ഇതുപോലെ ഒരു അണ്ടർ ഐ മാസ്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ശരിക്കും നല്ല ജെല്ല് പോലെയുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. ഒരു തണുപ്പും ഒക്കെ ആയിട്ടൊരു സുഖമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീക്കെൻഡിലല്ലേ നമുക്കിതിനൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെക്കും, പിന്നെ അതങ്ങനെ ഇരുന്നോളും. കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി. അപ്പം അത് വെച്ചു. പിന്നെ അതിന് ശേഷം താഴത്ത് പോയിട്ട് അടുക്കളയിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പുറത്തിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല സൂപ്പർ വെതറാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ബാക്ക് യാർഡിലൊക്കെ നടന്നു. പിന്നെ ഒന്ന് പുറകിലത്തെ ബാക്ക് യാർഡിലെ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പം തണുപ്പായതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നും ഗ്രീനൊന്നും കാണാനില്ല. കണ്ടില്ലേ, എൻ്റെ എല്ലാ ചെടികളും എല്ലാം പോയി കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് എല്ലാം പോയി. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. എന്നിട്ട് വേണം സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചെടികളെല്ലാം രണ്ടാമത് നട്ട് വളർത്താനായിട്ട്. കണ്ടില്ലേ, എൻ്റെ തുളസിത്തറയിൽ എൻ്റെ തുളസി എല്ലാം പോയി കേട്ടോ. റോസ് മാത്രം പിന്നെയും കുറച്ചൊന്ന് പിടിച്ച് എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് സ്ലോലി ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. എന്നിട്ട് വേണം പതുക്കെ ചെടിയൊക്കെ വെച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ. അപ്പോൾ ഞാൻ ഓർത്തു ബീഫ് എന്താ പറയുക, ഒരു കറി പോലെ വെക്കാം. ആക്ച്വലി ബീഫ് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ എങ്കിലും പെട്ടെന്ന് എനിക്ക് തോന്നി കുട്ടികൾക്ക് ബീഫൊക്കെ കുറച്ചൊന്ന് കൊടുത്ത് ശീലിപ്പിക്കണമെന്ന്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ബീഫിനകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ പൊടി മാത്രം ഞാൻ എല്ലാ പൊടിയും ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം തന്നെ. അപ്പോൾ അത് ബീഫിനുള്ള പൊടിയും ഇതുപോലെ തന്നെ മല്ലി, മുളക്, എല്ലാ സ്പൈസസ്, എല്ലാ സാധനവും, പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ട് അത് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിനെ പൊടിയാക്കി അപ്പം തന്നെ ഉപയോഗിക്കുകയാണ്. പിന്നെ പൊടി പിന്നത്തേക്കായിട്ട് എടുത്ത് വെക്കാറുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് അകത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ക്ലോവി വമ്പൻ ഡാൻസും പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഡാൻസ് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം